അയ്യപ്പെട്ട ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുന്നു. അവർ അധികാരത്തിലേറിയിരിക്കുന്നു. കേരളം മൊത്തം പിടിക്കാനുള്ള BJPയുടെ തന്ത്രമായിട്ട് ഇതിനെ കാണാനാവൂ? തീർച്ചയായിട്ടും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് പിന്നിൽ RSS എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ് RSS. അപ്പോൾ ഈ RSS കൂടെ ഉള്ള സ്ഥിതിക്ക് ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് താമര വിരിയുമ്പോൾ കേരളത്തിലൊട്ടുക്ക് താമര വിരിയിക്കാനുള്ളൊരു കഴിവ്, ഒരു സംവിധാനം പിന്നെ അവരുടെ പാർട്ടി സംവിധാനം അവർക്കുണ്ട്. BJPക്കല്ല, RSSനെ ഉപയോഗിച്ച് BJPയെ കൊണ്ടുവരാനായിട്ട് കഴിയും എന്ന് തന്നെ പറയാം. അതാണ് അതിൻ്റെ ഒരു സൂചകമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ VV രാജേഷ് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള പടിപടിയായിട്ടാണ് അവർ വളർന്നിരിക്കുന്നത്. VV രാജേഷ് എന്ന് പറയുന്ന സംഘടനാ കാര്യങ്ങൾ നോക്കിയിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ മേയറെ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെ പക്വതയുണ്ട്. അദ്ദേഹം വളരെ പക്വതയായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ സൂചകമായി ശ്രീലേഖ IPS എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലർ അവരുടെ മകനാണ് അല്ലെങ്കിൽ മോനെ എന്ന് വിളിക്കുന്ന VK പ്രശാന്തിനോട് കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ നിന്ന് ഞാൻ ആ ബിൽഡിങ്ങിൽ പോയിട്ടുണ്ട്. അതായത് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടത്തിലാണ് ഇദ്ദേഹം MLA ആയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത്. പ്രശാന്ത് നല്ലൊരു MLA ആണ്, ജനപ്രിയനാണ്. അവിടെ വട്ടിയൂർക്കാവ് പോലൊരു സ്ഥലത്ത് പ്രശാന്ത് ജയിച്ചത് തിരുവനന്തപുരത്ത് മേയറായിരുന്ന് ജനങ്ങളുടെ ഇടയിൽ മേയർ ബ്രോ എന്ന ഒരു പേരുണ്ടാക്കിയതിന് ശേഷമാണ്. ആര്യ രാജേന്ദ്രനെ ഒരു ത്രാസി തൂക്കുകയാണെങ്കിൽ പ്രശാന്തിൻ്റെ കട്ട താന്ന് തന്നെ ഇരിക്കും, ഒരുപാട് താന്ന് തന്നെ പ്രശാന്ത് ഇരിക്കും. പ്രശാന്ത് ഒരു പക്ക CPM കാരൻ്റെ വരട്ടുവാദമുള്ളൊരു നേതാവല്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോൾ പ്രശാന്തിനെ ഇവർ ഫോണിൽ വിളിച്ച് ഒഴിഞ്ഞു മാറിത്തരണമെന്ന് പറഞ്ഞെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അത് തെറ്റായിപ്പോയി. കാര്യം ഒരു കൗൺസിലർ MLAയോട് ഒഴിഞ്ഞു പോകാൻ പറയാൻ കാര്യമില്ല. അതിന് മറ്റ് നിയമവശങ്ങളുണ്ട്. അതിന് നിയമവശം പറഞ്ഞാൽ കോർപ്പറേഷൻ സെക്രട്ടറി ഒരു കത്ത് കൈമാറിയാൽ മതി. കാര്യം അവിടെ കൗൺസിലർമാർ ചേർന്ന് കൗൺസിൽ കൂടി എടുത്ത തീരുമാനത്തിലാണ് അവിടെ ആരോഗ്യ വകുപ്പിൻ്റെ കോർപ്പറേഷൻ്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബിൽഡിംഗ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ബിൽഡിംഗ് എന്തോ ആണ്, അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ MLAക്ക് സീറ്റ് കൊടുത്തത്. അത് സെക്രട്ടറിയെ കൊണ്ട് പറയിച്ചാൽ മതിയായിരുന്നു. സെക്രട്ടറി ബഹുമാനപ്പെട്ട MLA നിങ്ങൾ അവിടെ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ ശ്രീലതയ്ക്കൊരു തെറ്റുപറ്റി. ശരി, അതവിടെ നിന്നോട്ടെ. ഇനി സംഭവിക്കാൻ പോകുന്നത് വെറുതെ ഒരു താമര വിരിയലല്ല തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ കള്ളത്തരം പൊളിയാൻ പോവുകയാണ്. ഇപ്പോൾ പ്രശാന്ത് അവിടെ ഇരുന്നത് എങ്ങനെയാണ്? പ്രശാന്ത് അവിടെ ഇരുന്ന കുറഞ്ഞ വാടകയ്ക്കാണ്. അതുപോലെ കോർപ്പറേഷനുമായി ബന്ധമുള്ള ഇതുപോലുള്ള കെട്ടിടങ്ങൾ ചില ആൾക്കാർ കുറഞ്ഞ വാടക കോർപ്പറേഷനിൽ കൊടുത്തിട്ട് ആ ബിൽഡിംഗ് പ്രൈവറ്റ് പാർട്ടിക്ക് അതിൻ്റെ ഇരട്ടിക്ക് തൂക്കി വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഒരു മാഫിയ പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. 40 കൊല്ലം കൊണ്ട് CPM ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ധനകാര്യ കമ്മിറ്റിയുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ പല കമ്മിറ്റികളുണ്ടല്ലോ കോർപ്പറേഷനിൽ. ഇത് BJPക്കാർ കൂടെ അറിഞ്ഞ ഒരു കമ്മിറ്റിയും കൂടെ ഈ പഴയ ഡെപ്യൂട്ടി മേയർ രാജു, CPI-കാരൻ രാജു ഉണ്ടായിരുന്നതാണ്. ഈ രാജു കൂടെ ഉണ്ടായിരുന്നതിൽ BJPക്കാരായിട്ടുള്ള നിരവധി കൗൺസിലർമാർ കൂടെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ വാടകയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാക്കുന്നത്. അവിടെ അവരറിയാതെ ഈ കാര്യങ്ങൾ നീങ്ങില്ല. അപ്പൊ അവരും ഒരു വേള ഭാഗികമായിട്ടെങ്കിലും കാര്യം അവർ ചിലപ്പോൾ അന്ന് ഭരണത്തിൽ അവരല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കാര്യമായി ഇടപെടാത്തത്. അപ്പൊ ഇപ്പൊ പിടി വീഴാൻ പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ഇപ്പൊ പിടി വീഴാൻ പോകുന്നത് 40 വർഷം കൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ പറയുന്ന CPM-ന്റെ ആൾക്കാരായിട്ടുള്ള വാടക കെട്ടിടങ്ങൾ കുറഞ്ഞ വാടക കോർപ്പറേഷന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ മറുകച്ചവടം ചെയ്ത് നിൽക്കുന്ന അത് ഫസ്റ്റ് പിടി വീഴും. അത് VV രാജേഷ് ചെയ്യും. ആ ഇനത്തിൽ എത്ര 1000 രൂപ നല്ലൊരു വാടക നിശ്ചയിച്ച് ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് കൊടുത്താൽ അത് ടാക്സ് കോർപ്പറേഷന് വരുമാനമല്ലേ, എന്തുമാത്രം വരുമാനം അത് വരും. അത് ഒരു കാര്യം. 2, ഇനി സംഭവിക്കാൻ പോകുന്നത് കോർപ്പറേഷനകത്ത് സ്ഥിരം ജീവനക്കാരുടെയിൽ ഇത്രയും കാലം CPM-ന്റെ പിണിയാളുകളായിട്ട് നിന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇനി നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ പണിയെടുക്കേണ്ടി വരുമ്പോൾ രാജേഷ് വന്നു കഴിഞ്ഞിട്ട് രാജേഷിന് ചെയ്യാൻ പോകുന്ന മുൻകാല മേയർമാർ ആര്യ രാജേന്ദ്രൻ, പ്രശാന്ത്, ഇനി ആരൊക്കെ 40 കൊല്ലങ്ങളിലിരുന്ന് ഇവരെല്ലാം എന്തെല്ലാം പദ്ധതികൾ ചെയ്തു, അതിൽ എന്തെല്ലാം കള്ളത്തരങ്ങൾ, ആ ഫയലുകളെല്ലാം തൻ്റെ മേശപ്പുറത്ത് വരുന്നതിന് പടിപടിയായിട്ട് ഈ 5 കൊല്ലമൊന്നും തികയത്തില്ല ചിലപ്പോൾ കള്ളം കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് അവരെല്ലാം ഒരു അഹങ്കാരത്തിൻ്റെ പുറത്ത് അവിടെ ജോലി ചെയ്യുന്നവർ. അവർ യൂണിയനേക്കാൾ ഉപരി ഇന്ന മന്ത്രിയുടെ, ഇപ്പോൾ ശിവൻകുട്ടി മന്ത്രിയുടെ ആൾ
വിജയകുമാർ നേതാവിൻ്റെ ആൾ, അല്ലെങ്കിൽ ഇന്ന CPM നേതാവിൻ്റെ ആൾ, ഇന്ന CPM നേതാവിൻ്റെ ആൾ എന്ന് പറഞ്ഞ് ട്രേഡ് യൂണിയനിനകത്ത് അവിടെ നിൽക്കുന്നത്. ചായ കുടിക്കുക, 5 മിനിറ്റ് ജോലി ചെയ്യുക, ബാക്കി 10 മിനിറ്റ് കോഫി ഹൗസിൽ പോയിരുന്ന് രാഷ്ട്രീയം പറയുക, അവിടെ ഗൂഢപദ്ധതികൾ തയ്യാറാക്കുക. ഇതാണ് ഇവരെ ജോലി ചെയ്യുന്നവർ 10% ഉള്ളൂ. ബാക്കിയെല്ലാം കോർപ്പറേഷൻ ഓഫീസിൽ ഒരു ആവശ്യമായി ചെല്ലുന്നവനെ നടത്തിക്കുന്നവരുടെ എണ്ണം ഇനി കുറയ്ക്കുമെന്ന് വി രാജേഷ് പറയുമ്പോൾ അതൊരു നല്ല വർത്തമാനമാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതായത് ഇങ്ങനെ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുന്ന കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്കോട് പറയും. താൽക്കാലിക ജീവനക്കാരൊക്കെ തന്നെ ഈ CPMകാർ നിയമിച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആര്യ രാജേന്ദ്രൻ ഇരിക്കുമ്പോഴത്തേക്ക് താൽക്കാലിക നിയമനത്തിൻ്റെ പേപ്പർ വരുമ്പോൾ തിരുവനന്തപുരം CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പേപ്പർ വന്നത്. അന്നത്തെ ജില്ലാ സെക്രട്ടറി ഇവർക്കൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്. അത് പുറത്തായിരുന്നു, ആ വിവരം പുറത്തായിരുന്നു. ആര്യ രാജേന്ദ്രന് ഇങ്ങനെ നമ്മുടെ പാർട്ടിക്കാരാണ് അവിടെ വരുന്നത്, അവർക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കത്ത്. ഈ താൽക്കാലിക ജീവനക്കാരൊക്കെ തന്നെയും ചിലപ്പോൾ കാലങ്ങളായിട്ട് കാലാവധി കഴിഞ്ഞും കോൺട്രാക്റ്റ് പോലെ അവിടെ കിടക്കുന്നവരുണ്ട്. അവരെല്ലാം മാറ്റാൻ സാധ്യതയുണ്ട്. അവരെല്ലാം മാറ്റി ഒരു പുതിയ ആൾക്കാർ, ചിലപ്പോൾ ഇവരുടെ രാഷ്ട്രീയമായിട്ട് അവർ വരുമ്പോൾ രാഷ്ട്രീയ നിയമനം അവരെ ആൾക്കാരെ വെക്കുള്ളൂ. തീർച്ചയായിട്ടും അതൊരു വൻ സമരത്തിലേക്കും പ്രശ്നത്തിലേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവും. ഈ പിരിച്ചുവിടപ്പെട്ടവരെല്ലാം നാളെ സമരത്തിനോടെ ഉണ്ടാവും. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് നല്ല കാര്യം, അദ്ദേഹത്തിന് ഒരുപാട് വിഷൻ ഉണ്ട് കേട്ടോ. വി രാജേഷ് തീർച്ചയായിട്ടും കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, ഈ വാർഡ് നിർണയം വന്ന സമയത്ത് CPM എന്താ ചെയ്തത്? ചില ഇടങ്ങളിൽ കൂടെ തങ്ങൾക്ക് വോട്ട് ബാങ്കാണെന്ന് കരുതുന്നിടങ്ങളൊക്കെ ഇവർ ചേർക്കാൻ നോക്കി. പല സ്ഥലങ്ങൾ, അത് സ്ഥലമെല്ലാം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവണമെന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പലയിടങ്ങളും ഇവർക്ക് വോട്ട് കിട്ടി, ഇവർക്ക് ജയിക്കത്തക്ക രീതിയിൽ ഇവരുടെ ആൾക്കാരുണ്ട് എന്ന രീതിയിൽ ഇവർ ആളെ കൂട്ടാൻ നോക്കി. അവിടെയെല്ലാം BJP നന്നായിട്ട് വർക്ക് ചെയ്തു. അവിടെ BJP നന്നായിട്ട് പണിയെടുത്തു, RSS നന്നായിട്ട് പണിയെടുത്തു. ഇവിടെ അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നിട്ട് പോയതിൻ്റെ ഒരു ഫലമാണ് എന്ന് കൂടെ. അമിത്ഷാ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നൊരു കോൺഫറൻസ്, സൂം മീറ്റിംഗ്, എല്ലാവരുമായിട്ട് അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗ് വെച്ചു. ആ ഓൺലൈൻ മീറ്റിങ്ങിൽ പറഞ്ഞത് RSSകാർ പണിയെടുക്കണമെന്ന് പറഞ്ഞു. RSS പണിയെടുത്തു. RSS പണിയെടുത്തതും കൂടെ കൊണ്ടാണ് വി രാജേഷ് മേയറായത്. വി രാജേഷ് പഴയ RSSകാരനും കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, CPMൻ്റെ 40 വർഷത്തെ തേർവാഴ്ച അത് CPMമായിട്ട് തന്നെയാണ് ഇവരെ ഈ രീതിയിൽ. ഇപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി ആദ്യം എത്ര സീറ്റിലാണ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്? അവിടെ നിന്ന് 35 സീറ്റ് വരെ എത്തിയത് ആരുടെ പിടിപ്പുകേടാണ്? CPMൻ്റെ പിടിപ്പുകേടാണ്. അവിടെ നിന്ന് ഇപ്പോൾ അവർ ഭരണത്തിൽ വരുമ്പോൾ CPM തന്നെയാണ് അവരുടെ സ്വയം കുഴി തോണ്ടിയത്. അവരുടെ അപ്രമാദിത്വം അവസാനിക്കുന്നു. പിടിച്ച് കുലുക്കാൻ തുടങ്ങിയിട്ടുണ്ട് BJP. അടപടലം ആ കുലുക്കം മൊത്തത്തിൽ കുലുങ്ങും. കള്ളത്തരങ്ങൾ സർവ്വതും പൊളിയും. ഇനി ഭരണം പോയതിൻ്റെ വെപ്രാളത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ CPM നേതാക്കളെ നമ്മൾ കാണാനിരിക്കുന്നു. ഞാൻ സംശയം ചോദിച്ചില്ല. സ്വാഭാവികമായിട്ടും BJPയും CPM തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോഴേ നല്ല രീതിയിൽ ഭരണം നടക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇങ്ങനെ തീർച്ചയായിട്ടും നല്ല ഭരണം നടക്കും. കാര്യം അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രത്തിന് ചില ഒരു സംസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇടപെടും. കാര്യം വിഴിഞ്ഞം പോർട്ടോട് വന്നു, അതിൻ്റെ വികസനം, അതുപോലെ പല കാര്യങ്ങളിലും രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ ഇടപെടാൻ കഴിയും. ഇപ്പം ആര്യ രാജേന്ദ്രൻ കാണിച്ച കളവുകളൊക്കെ ഉണ്ടല്ലോ, ആര്യ രാജേന്ദ്രൻ്റെ തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ, ആ തട്ടിപ്പൊക്കെ ഇവർ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ സംസ്ഥാനം പറയും അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേന്ദ്രം ഇടപെടാൻ സാധ്യതയുണ്ട്. അതാ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള വീക്ഷണം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് വി രാജേഷ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സൂചികയാണ്. അതിങ്ങനെ എല്ലാ ജില്ലകളിലും താമര വിരിയും. അത് കോർപ്പറേഷനും പഞ്ചായത്താകും. അത് BJP ആണ്. BJPക്ക് അതിനുള്ള RSSൻ്റെ ഒരു വല്ലാത്ത പിന്തുണ അവർക്കുണ്ട്. നമ്മൾ BJPയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത് പറയുന്നത്. സ്വയം കുഴിച്ച കുഴിയിൽ CPM തന്നെയാണ് വീണിരിക്കുന്നത്. CPM കാരണം കോൺഗ്രസിനും അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ അടയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വി രാജേഷ് വളരെ പക്വതയോടെയാണ് ഇപ്പോൾ അദ്ദേഹം പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. ശ്രീലേഖയ്ക്ക് പറ്റിയത് തെറ്റാണെങ്കിൽ അവരെ പാർട്ടി തിരുത്തും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന VK പ്രശാന്തിൻ്റെ ആ റൂം മാറൽ വിഷയം കുറച്ചുകൂടി ആളിക്കത്താൻ സാധ്യതയുണ്ട്. CPMൻ്റെ സർവ്വ കള്ളത്തരങ്ങളും, കോർപ്പറേഷനകത്തെ കള്ളത്തരങ്ങളും പൊളിയാൻ പോകുന്നു. ഉദ്യോഗസ്ഥരുടെ ഗർവ് അവസാനിക്കാൻ പോകുന്നു. അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം.